3 മാസത്തിന് ശേഷം നാട്ടിൽ പോകണം, അതിന്റെ പൊലിവാണ് നിങ്ങൾ ഈ കാണുന്നത്. അല്ലെങ്കിൽ നാട്ടിൽ പോകുമ്പോൾ പ്രത്യേക സന്തോഷം, വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ, നാട്ടിൽ പിള്ളേരോട് ഫുട്ബോൾ കളിക്കാൻ, കുളത്ത് കുളിക്കാൻ, അങ്ങനെ കുറെ പരിപാടികളുണ്ട്. ഇതൊക്കെ ആലോചിച്ച് സന്തോഷിച്ച് ട്രെയിൻ കയറിയപ്പോൾ തന്നെ ആദ്യത്തെ കാഴ്ച തന്നെ ഇവന്മാർ നല്ല അടി സീറ്റിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു വിധത്തിൽ ഇവന്മാരുടെ അടി ഒതുങ്ങിയപ്പോൾ തന്നെ അടുത്ത ടീം അണ്ടാ ബിരിയാണി, വെജ് ബിരിയാണി വേണ്ടി ഇല്ലത്തിന് നല്ല വിശപ്പ്, അതിന്റെ കൂടെ ഇവന്മാരും കൂടെ. പിന്നെ ജനറൽ കോച്ചിൽ കാണാൻ പറ്റുന്ന പ്രത്യേക കാഴ്ചകളുണ്ട്. തൊട്ടടുത്തുള്ളവന് ഏത് നാട്ടുകാരാണെങ്കിലും ഏത് മതക്കാരാണ് നമ്മൾ നോക്കുന്നത്, നമ്മളൊക്കെ അവന്റെ മടി കിടന്ന് സുഖമായി കിടന്നുറങ്ങും. അതേപോലെ തന്നെ ബാത്റൂമിന്റെ സൈഡിലൊക്കെ AC റൂമിൽ കിടക്കുന്ന പോലെയാണ് ഇവന്മാരൊക്കെ കിടന്നുറങ്ങുന്നത്. ഇങ്ങനെയുള്ള വിചിത്ര കാഴ്ചകൾ ജനറൽ കോച്ചിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു കൊച്ചു പയ്യനാണെന്നുണ്ടെങ്കിൽ വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാവർക്കും ടാറ്റ കൊടുക്കുന്നുണ്ട്. എനിക്കും കിട്ടിയ ഒരു ടാറ്റ. പിന്നെ ഈ സാധനം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, ട്രെയിനിൽ എപ്പോഴൊക്കെ യാത്ര ചെയ്യുന്നുണ്ട് അപ്പോഴൊക്കെ ആലോചിക്കും ഇത് പിടിച്ച് വലിച്ചാലോ. പക്ഷെ വലിച്ചാൽ ഫൈൻ കിട്ടുന്ന അറിയാം. അത് കാരണം ആഗ്രഹം വീണ്ടും നീട്ടി വെച്ചു. നിങ്ങൾക്ക് ഇതുപോലെ വിചിത്രമായ ആഗ്രഹം ഉണ്ട്, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. അങ്ങനെ 8 മണിക്കൂറത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മുടെ സ്വന്തം നാടായ പാലക്കാട് എത്തി. എനിക്ക് ഇവിടുന്ന് വീട്ടിൽ പോയി 2 ബസ് കയറണം കേട്ടോ. അങ്ങനെ അരമണിക്കൂറിലെ കാത്തിരിപ്പ് ശേഷം ആദ്യത്തെ ബസ് എത്തി. എന്റെ മോനെ, ബസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ബസ്. എജ്ജാതി മൂന്ന് പറഞ്ഞ എജ്ജാതി മൂട്. അങ്ങനെ ആദ്യത്തെ ബസ് ഇറങ്ങിയ കുറച്ചു നേരം കാത്തിരിക്കുമ്പോ തന്നെ രണ്ടാമത്തെ ബസ് എത്തി. ആദ്യത്തെ ബസ് പാർട്ടി മൂടാന്നുണ്ട്, രണ്ടാമത്തെ ബസ് ഭക്തിമയം എന്ന് പറഞ്ഞാൽ ഭക്തിമയാണ്. അങ്ങനെ രണ്ടാമത്തെ ബസ് ഇറങ്ങി. ഇനിയാണ് വൺ ടാസ്ക് എന്ന് പറഞ്ഞാൽ വൺ ടാസ്ക്, കൂട്ടുകാരനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. ചെക്കൻ എന്നെ ഒരുപാട് പോസ്റ്റ് ആക്കിയെന്നല്ല, ഇതാണ് എന്റെ ബാല്യകാല സുഹൃത്ത്. അപ്പൊ രണ്ടുപേരും കൂടെ ചായം കുടിച്ച് കുറച്ച് നുണയും പറഞ്ഞ് വണ്ടി നേരെ വിട്ടു വീട്ടിലോട്ട്. അപ്പൊ നാളെ കാണാം, ബാക്കി നാളെ.